അഭയം 1970 സെപ്റ്റംബർ 4 പ്രദർശനം തുടങ്ങിയ അഭയം എന്ന ചലച്ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ശോഭന പരമേശ്വരൻ നായരാണ്. അകാലത്തിൽ പൊലിഞ്ഞുപോയ രാജലക്ഷ്മി എന്ന സാഹിത്യകാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പെരുമ്പടവം ശ്രീധരൻ എഴുതിയ നോവലാണ് അഭയം. ചലച്ചിത്രത്തിൻ്റെ തിരക്കഥയും സംഭാഷണവും രചിച്ചത് എസ്. എൽ. പുരം സദാനന്ദൻ. ആദ്യമായി സുഗതകുമാരിയുടെ കവിത ഒരു സിനിമയിൽ അവതരിപ്പിക്കുന്നത് ഇതിലൂടെയാണ്. ഗാനങ്ങൾ ചേർത്തിരിക്കുന്നത് ചങ്ങമ്പുഴയുടെയും വള്ളത്തോളിൻ്റെയും ജി ശങ്കരക്കുറുപ്പിൻ്റെയും ബാലാമണിയമ്മയുടെയും സുഗതകുമാരിയുടേതുമാണ്. എന്നിവരുടേത് മാത്രമല്ല, ഇതിനായി ഗാനങ്ങൾ എഴുതിയത് പി. ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി എന്നിവരുമുണ്ട്. സംഗീതം വി. ദക്ഷിണാമൂർത്തി. പാടിയവർ യേശുദാസ്, ജയചന്ദ്രൻ, ദക്ഷിണാമൂർത്തി, എം. ജി. രാധാകൃഷ്ണൻ, സി. ഒ. ആൻഡോ, ബി. വസന്ത, ലത രാജു, പി. ലീല, പി. സുശീല, എസ്. ജാനകി, ടി. സോമൻ, വർഗീസ്. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: മധു, ബാലകൃഷ്ണൻ, രാഘവൻ, മുരളി, ജോസ് പ്രകാശ്, വിക്രമൻ, ശങ്കരാടി, ശങ്കരൻ, ടി. കെ. ചെല്ലപ്പൻ, കരുണൻ, എസ്. പി. പിള്ള, പാച്ചുപിള്ള, ഷീല, സേതുലക്ഷ്മി, മാവേലിക്കര പൊന്നമ്മ, സരസ്വതിയമ്മ, ഫിലോമിന, സിസ്റ്റർ ബ്രിജിത്ത, പ്രേമ, സതി, കോട്ടയം ശാന്ത, ദേവകിയമ്മ, വീരൻ, കുഞ്ഞികൃഷ്ണമേനോൻ, എഡ്ഡി, ഭാസ്കരമേനോൻ, എം. ഒ. ദേവസ്യ, സപ്ലയർ കുട്ടപ്പൻ, ഓമനക്കുട്ടൻ, പ്രസാധകൻ, കൃഷ്ണൻ നായർ, കുഞ്ഞുണ്ണി നായർ, കെ. പി. പിള്ള, റിക്ഷാക്കാരൻ, ഉണ്ണിമേനോൻ, അധ്യാപകൻ, ഷെറിൻ, ഷീല, മിനി, ടി. പി. രാധാമണി, ക്ഷേമ, ഹേമ എന്നിവർ വിദ്യാർത്ഥിനികൾ. ക്യാമറ ഇ. എൻ. ബാലകൃഷ്ണൻ, യു. രാജഗോപാൽ. സംവിധാനം രാമു കാര്യാട്ട്. നന്മകൾ നിറഞ്ഞ ശാലീന സുന്ദരമായ ഗ്രാമം. ഗ്രാമത്തിൻ്റെ വിശുദ്ധി നെഞ്ചിലേറ്റിയ രാജലക്ഷ്മി ചെറുപ്രായത്തിൽ തന്നെ കവിതകൾ എഴുതി തുടങ്ങി. കോൺവെൻറ്റിലെ സിസ്റ്റർ ബ്രിജിത്തയും മുറച്ചെറുക്കനായ വിക്രമനും അവളെ പ്രോത്സാഹിപ്പിക്കാനുണ്ടായിരുന്നു. കാലങ്ങൾ നീങ്ങി. പുതിയ സാമൂഹ്യ ബോധം അവളിൽ ഉടലെടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരുന്ന വിക്രമൻ അമ്മാവനായ സേതുലക്ഷ്മിയുടെ അച്ഛൻ അവനെ വീട്ടിൽ നിന്നും പുറത്താക്കി. സേതുവിൻ്റെ ചേച്ചിയുടെ വിവാഹം അച്ഛൻ്റെ താൽപ്പര്യത്തിലാണ് നടന്നത്. പക്ഷേ ഭർത്താവിൻ്റെ അമിത മദ്യപാനം കൊണ്ട് ആ ബന്ധം തകർച്ചയുടെ വക്കിലായി. അച്ഛൻ അവരെയും ആട്ടിപ്പുറത്താക്കി. ഇതെല്ലാം സേതുലക്ഷ്മിയുടെ കവി മനസ്സിൽ പോറലുകൾ വീഴ്ത്തി. ഉപരിപഠനത്തിന് സേതുവിന് എറണാകുളത്തേക്ക് പോകേണ്ടി വന്നു. അവിടെ ഒരു ബന്ധുഗ്രഹത്തിൽ നിന്നാണ് പഠനം തുടർന്നത്. ഗൃഹനാഥൻ വക്കീലാണ്. അദ്ദേഹത്തിൻ്റെ വായനാപ്രിയനും സഹൃദയനുമായ മുരളി എന്ന മകൻ വികലാംഗനുമാണ്. അവൻ സേതുവിൻ്റെ കവിതാരചനയ്ക്ക് പ്രചോദനമായി. മുരളിയെ തൻ്റെ ജീവിത പങ്കാളിയാകുവാനായി സേതു ക്ഷണിച്ചു. എന്നാൽ തന്നോടുള്ളത് സ്നേഹമല്ല സഹതാപമാണെന്ന് കരുതിയ മുരളി ഖേദപൂർവം ആ ക്ഷണം നിരസിച്ചു. പഠനം കഴിഞ്ഞ് വീട്ടിലെത്തിയ സേതു എഴുത്തിൻ്റെയും വായനയുടെയും ലോകത്ത് തന്നെയായി. സേതുവിൻ്റെ പരീക്ഷാ റിസൾട്ട് വന്നു. MA പാസ്സായി. അവൾക്ക് കോളേജിൽ ജോലി ലഭിച്ചു. പ്രൊഫസർ ബാലകൃഷ്ണൻ അവൾക്ക് നവ ഉന്മേഷം നൽകി. അഭയം, നിഴലുകൾ എന്ന 2 കവിതാ സമാഹാരങ്ങൾ അവളുടേതായി പുറത്തിറങ്ങി. വിക്രമനും സഖാക്കളും ശ്രമിച്ച് സേതുവിൻ്റെ സഹോദരി ഭർത്താവിൻ്റെ മദ്യപാനശീലം ഒഴിവാക്കിയെടുത്തു. എന്നാലും കാരണവർ അംഗീകരിക്കാൻ തയ്യാറായില്ല. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിന്ന വിക്രമൻ വിജയിച്ചു, മന്ത്രിയായി. അപ്പോൾ അവനെ സ്വീകരിക്കാൻ കാരണവർക്ക് സമ്മതമായി. എന്നു മാത്രമല്ല, സേതുലക്ഷ്മിയെ അവന് വിവാഹം കഴിച്ച് കൊടുക്കുവാൻ കൂടി താൽപ്പര്യമായി. എന്നാൽ തനിക്ക് ആ വിവാഹം വേണ്ടെന്ന് സേതു അച്ഛനെ അറിയിച്ചു. കോളേജിൽ നിന്നും തിരിച്ചെത്തിയ സേതു രോഗിയായിരുന്നു. മാറില്ല വേദന. അത് അർബുദത്തിൻ്റെ തുടക്കമായി. സേതു ആകെ നിരാശിതയായി. മദ്രാസിലെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധന എല്ലാം കഴിഞ്ഞപ്പോൾ അവൾ ക്യാൻസറിൽ നിന്നും രക്ഷപ്പെട്ടു എന്നായി. അവളുടെ അഭയം എന്ന കൃതിക്ക് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. പ്രൊഫസർ ബാലകൃഷ്ണൻ ഒരു അനുമോദന സമ്മേളനം വിളിച്ചുകൂട്ടി. അഭയത്തിൻ്റെ നൃത്താവിഷ്കാരവും അവിടെ നടന്നു. അത് കാണാൻ സേതുലക്ഷ്മിയും ഉണ്ടായിരുന്നു. അർബുദം തന്നെ വിട്ടുപോയിട്ടില്ലെന്ന് വിശ്വസിച്ച അവളുടെ മനസ്സ് ആകെ കലുഷിതമായി. ബാലകൃഷ്ണൻ്റെ ഭാവിക്ക് താനൊരു കീറാമുട്ടിയാകുമെന്ന് തോന്നിയ അവൾ ഉറക്ക ഗുളികകൾ കഴിച്ച് മരണത്തിൽ അഭയം തേടി.